ഇപ്പോഴാണ് ദളപതി വിജയാണന്റെ ഇത് ലാസ്റ്റ് സിനിമയുടെ ലാസ്റ്റ് ട്രെയിലർ കണ്ടിട്ട് വന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പടത്തിന്റെ ട്രെയിലർ വന്ന ഉടനെ എല്ലാവരും കൺഫേം ചെയ്തു ഇത് ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്ന്. എന്നാൽ ദളപതിയുടെ റീമേക്കിലെ ഏറ്റവും വലിയ ഹിറ്റാണ് ഗില്ലി. ഇങ്ങനെ നിരവധി സിനിമകൾ അദ്ദേഹം റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റും ആയിട്ടുണ്ട്. ട്രെയിലറിന്റെ അവിടെ എവിടെയൊക്കെ ഭഗവത് കേസരിയുടെ കുറച്ച് ഫീല് തരുന്നുണ്ടെങ്കിലും ഇനി തിയേറ്റർ കത്തിക്കാൻ പോകും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ട്രെയിലർ. ബാലയ്യ സിനിമകളിൽ കാണുന്ന പോലെ അലമ്പായിട്ടുള്ള ആക്ഷൻ സീനുകളൊന്നും ഈ ട്രെയിലറിൽ ഇല്ല. ട്രെയിലറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ദളപതിയുടെ മാനറിസവും ഡയലോഗും സ്ക്രീൻ പ്രസൻസും തന്നെയാണ്. അനിരുദ്ധിന്റെ ബീജിയം ഒക്കെ ദളപതിക്ക് പക്ക എലിവേഷൻ ആയിട്ടുണ്ട്. ട്രെയിലറിൽ വരുന്ന ഓരോ മൊമെന്റും നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ, സീനുകളുടെ ബിൽഡപ്പ് ആയിക്കോട്ടെ, എല്ലാം പെർഫെക്ഷനോടെ ചെയ്തിട്ടുണ്ട്. രാവണ മമണ്ട എന്ന സോങ്ങിന്റെ പ്ലേസ്മെന്റ് ട്രെയിലറിലുണ്ട്. അത് കാണാൻ പക്ക ടെറിഫിക് ആയിരുന്നു. എന്തായാലും ദളപതിയുടെ ലാസ്റ്റ് സിനിമ നമ്മൾ ഫാൻസിന് എല്ലാവർക്കും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ട്രീറ്റ് തന്നെയാകും എന്നതിൽ ഒരു സംശയവും ഇല്ല.